എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലേ? എന്തായി എല്ലാവരുടെയും ഒരുക്കങ്ങളൊക്കെ? ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് സ്റ്റാറ്, പുൽക്കൂട് ഒക്കെ റെഡിയാക്കി എല്ലാവരും കാത്തിരിക്കുമായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ ക്രിസ്മസും സമ്മാനങ്ങളായി സാന്താക്ലോസും എത്തിയാൽ മാത്രം മതി അല്ലേ? ഒരുപാട് സന്തോഷമുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാസമാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത്. മഞ്ഞിൻ്റെ തണുപ്പും ക്രിസ്മസ് ഗാനങ്ങളുടെ ആ ഒരു സംഗീതവും കേക്കിൻ്റെ മധുരവും പിന്നെ ക്രിസ്മസ് കാർഡുകൾ. ഇപ്പോൾ കാർഡുകളൊക്കെ വളരെ കുറവാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ആ ഒരു കുട്ടിക്കാലത്തെന്ന് പറയുമ്പോൾ കാർഡുകൾ ഭയങ്കര, എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഈ കാർഡുകൾ ഒരുപാട് വാങ്ങിച്ച് നമുക്ക് പ്രിയപ്പെട്ടവർക്ക്, കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്കൊക്കെ കാർഡുകൾ അയക്കുക. അവരുടെയൊക്കെ കാർഡുകൾ നമ്മളെ തേടി വരും. അപ്പോൾ ആ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്ന ഈ കാർഡുകളിലൂടെയാണ് ക്രിസ്മസിൻ്റെ ഒരു സ്നേഹവും സന്ദേശമൊക്കെ പരസ്പരം പങ്കുവയ്ക്കുന്നത്. അതൊരു ഭയങ്കര സന്തോഷമുള്ളായിരുന്നു. കാർഡുകൾ അയക്കുക, ഓരോ ദിവസവും കാർഡുകൾ വരുന്നത് നോക്കിയിരിക്കുക. പോസ്റ്റ്മാൻ വരുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ്. കാർഡുകൾ എത്ര കാർഡുകളാണ് വരുന്നത്, അതൊരു സന്തോഷമുള്ളായിരുന്നു. ഇപ്പം പക്ഷേ എല്ലാവരും ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ക്രിസ്മസ് ആശംസകൾ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് കാർഡിൻ്റെ ആ ഒരു പ്രചാരം വളരെ കുറഞ്ഞു. നല്ല തണുപ്പുള്ള ഡിസംബർ മാസത്തിലാണല്ലോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ക്രിസ്മസ് കാലത്ത് ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നതിനെക്കുറിച്ച് ഒരു കൊച്ചു നാടോടിക്കഥ ഈ നോർവേയിൽ പ്രചാരത്തിലുണ്ടെന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വായിച്ച കഥ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറയാമെന്ന് വിചാരിക്കും. ക്രിസ്മസൊക്കെ അല്ലേ? അപ്പോൾ ക്രിസ്മസിന് സമ്മാനങ്ങളുമായി വരുന്ന ഈ സാന്താക്ലോസ് അപ്പൂപ്പനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മുടെ കാരൽ സംഘങ്ങൾ വരുമ്പോൾ ക്രിസ്മസ് സാന്താക്ലോസ് അവരുടെ കൂടെ വരും, അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഉത്തര ധ്രുവത്തിലാണ് സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ താമസം. അപ്പോൾ ക്രിസ്മസിൻ്റെ കാലം വരുന്നതോടെ അപ്പൂപ്പൻ ഇങ്ങനെ വീട്ടിൽ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരുപാട് കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പൂപ്പൻ അത് റെഡിയാക്കുകയാണ്. കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കണമല്ലോ. അപ്പം അപ്പൂപ്പനെ സഹായിക്കുന്നതിന് വേണ്ടി ഹോളി എന്ന് പേരുള്ള ഒരാൾ കൂടെ അപ്പൂപ്പൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പൂപ്പന് പോകണ്ടേ, പോയി ഈ സമ്മാനങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ ഈ സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കാനും കളിപ്പാട്ടങ്ങൾ ഓരോന്ന് ഉണ്ടാക്കാനും ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞ് വെക്കാനും ഒക്കെ ഈ അപ്പൂപ്പനെ സഹായിക്കാനാണ് ഹോളി. അപ്പോൾ ഒരു ദിവസം ജോലി ചെയ്ത് ക്ഷീണിച്ച് സാന്താക്ലോസ് അപ്പൂപ്പനും ഹോളിയും കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാനായിട്ട് വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഒത്തിരി നേരം ജോലി ചെയ്യുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഒന്ന് വിശ്രമിക്കുക. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് വരാമെന്നോർത്ത് അപ്പൂപ്പനും ഹോളിയും കൂടെ പുറത്തിറങ്ങി. അപ്പോഴാണ് ആകാശത്തുകൂടെ ഒരു വെളുത്ത മേഘം പോലെ എന്തോ ഒന്ന് അതിവേഗത്തിൽ പറന്നു വരുന്നത് ഈ സാന്താക്ലോസ് അപ്പൂപ്പൻ കണ്ടത്. അപ്പൂപ്പൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഇതെന്താണിത്? ഇതുപോലൊരു മേഘത്തെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് അപ്പൂപ്പൻ ഇങ്ങനെ അതിശയം കൊണ്ടു. അപ്പൂപ്പൻ ഒന്നുകൂടി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി ആ മേഘത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അപ്പൂപ്പന് മനസ്സിലായി അതെന്താണ്? വെളുവെളുത്ത തൂവലുകളുള്ള ഒരു സുന്ദരൻ അരയന്നമായിരുന്നു. ഹേയ്, നിന്നെപ്പോലെ ഒരു അരയന്നത്തെ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. അപ്പൂപ്പൻ ഈ അരയന്നത്തിനോട് ചോദിച്ചു. ആദ്യമായിട്ട് കാണുമല്ലേ, അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, നിന്നെ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഈ വഴി ആദ്യമാ അപ്പൂപ്പ. അരയന്നം സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടെത്തി. ജാൻ എന്നാണ് എൻ്റെ പേര്. ക്രിസ്മസ് കാലമല്ലേ, അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഇറങ്ങിയതാണ് ഞാൻ. ഈ അരയന്നം സാന്താക്ലോസ് അപ്പൂപ്പനോടും ഹോളിയോടുമായിട്ട് പറഞ്ഞു. നീ ആളൊരു മിടുക്കൻ തന്നെ. അപ്പൂപ്പൻ അരയന്നത്തിൻ്റെ പുറത്ത് തലോടി. എന്തായാലും ഞാൻ നിങ്ങളോടൊപ്പം കൂടാം, ഈ ജാൻ എന്ന് പേരുള്ള ഈ അരയന്നം അപ്പൂപ്പനോട് പറഞ്ഞു. അങ്ങനെ അരയന്നം അപ്പൂപ്പൻ്റെയും ഹോളിയുടെയും ഒപ്പം വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഹോളിക്ക് ഓരോ ജോലികളുണ്ടല്ലോ അപ്പൂപ്പനെ സഹായിക്കാൻ വേണ്ടി. ഹോളി അടുക്കളയിൽ ചെന്ന് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ അരയന്നം ഈ ഹോളിയോടൊപ്പം കേക്ക് ഉണ്ടാക്കാൻ അടുക്കളയിലെത്തി. അരയന്നത്തിന് കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ഹോളിയെ സഹായിച്ച് അരയന അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. ഓരോരോ ജോലികളിലൊക്കെ സഹായിച്ചു. അതെടുത്ത് കൊടുക്കുന്നു, പാത്രം എടുത്ത് കൊടുക്കുന്നു, കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാമല്ലോ. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും അങ്ങനത്തെ സഹായങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ അരയന ഇങ്ങനെ അവിടെ ഹോളിയെ സഹായിച്ച് അവിടെ നിന്നു. കുറേ കഴിഞ്ഞ് കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴല്ലേ രസം. എന്തായിരിക്കും? അരയന്നത്തിൻ്റെ വെളുവെളുത്ത തൂവലുകളെല്ലാം പുക പിടിച്ച് ആകെ കറുത്തുപോയി. അടുക്കളയിലെ പുകയൊക്കെ അടിച്ചിട്ട് ഈ അരയന്നത്തിൻ്റെ തൂവലെല്ലാം
കറുത്തുപോയി. നല്ല വെളുവെളുത്ത തൂവലല്ലേ അരയന്നത്തിൻ്റെ, അതൊക്കെ കറുത്തുപോയി. ഇത് കണ്ടപ്പോൾ സാന്താക്ലോസ് അപ്പൂപ്പനും ഹോളിക്കും സങ്കടമായി. ഇനി അടുക്കളയിലൊന്നും കയറണ്ട, അപ്പൂപ്പന് അരയന്നത്തിൻ്റെ ദേഹത്തെ കരിയെല്ലാം തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഈ ജാൻ എന്ന് പറഞ്ഞ അരയന്നത്തിനുണ്ടല്ലോ വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്തു? അടുക്കളയിൽ കയറണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ. കളിപ്പാട്ടങ്ങൾക്ക് ചായം അടിക്കാൻ ഹോളിയുടെയും സാന്താക്ലോസ് അപ്പൂപ്പൻ്റെയും കൂടെ അരയന്നം കൂടി. ബ്രഷുകളും ചായങ്ങളും എടുത്ത് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾക്കൊക്കെ ചായം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്ത് പറ്റി? അരയന്നത്തിൻ്റെ തൂവലുകളിൽ ഈ ചായമൊക്കെ പറ്റി, പല കളറുകൾ പറ്റി. ഈ പണി നിനക്ക് പറ്റില്ല, അപ്പൂപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഞാൻ വേറൊരു പണി തരാം എന്ന് അപ്പൂപ്പൻ ഈ ജാനിനോട് പറഞ്ഞു. അപ്പോൾ അരയന്നം കൗതുകത്തോടെ അപ്പൂപ്പനെ നോക്കി. എന്ത് പണിയാണ് ഇനി എനിക്ക് തരാൻ പോകുന്നത്? എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇപ്പം അടുക്കളയിൽ കയറാനൊക്കത്തില്ല, ചായ അടിക്കാനൊക്കത്തില്ല, ഇനി എന്ത് പണിയാണ് എനിക്ക് തരാൻ പോകുന്നത്? അപ്പോൾ അപ്പൂപ്പൻ സ്നേഹത്തോടെ അരയന്നത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സ്നേഹത്തിൻ്റെ പ്രതീകമായ മഞ്ഞുതുള്ളികൾ നീ ലോകത്തെല്ലായിടത്തും എത്തിക്കണം. ക്രിസ്മസ് കാലത്ത് നീ നിൻ്റെ ചിറകുകൾ കുടഞ്ഞുകൊണ്ട് ആകാശത്തുകൂടി പറന്നാൽ മതി. നിൻ്റെ ശരീരത്തിൽ നിന്ന് പൊഴിയുന്ന തൂവലുകൾ മഞ്ഞുതുള്ളിയായി താഴെ വീഴും. അങ്ങനെ ഉണ്ണിയേശു പിറന്ന സമയത്ത് ബേത്ലഹേമിൽ മഞ്ഞു പെയ്തതുപോലെ ലോകമെങ്ങും മഞ്ഞ് പൊഴിയുകയും ചെയ്യും. അത് കേട്ടപ്പോൾ ജാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവന് ഒരുപാട് സന്തോഷമായി. ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമല്ലേ, ഒരു ജോലിയല്ലേ അപ്പൂപ്പനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ വേഗം അപ്പൂപ്പനോടും ഹോളിയോടും യാത്ര പറഞ്ഞ് ആകാശത്തേക്ക് പറന്നുയർന്നു. അങ്ങനെ സാന്താക്ലോസ് അപ്പൂപ്പൻ അയച്ച അരയന്നത്തിൻ്റെ തൂവലുകളാണ് ക്രിസ്മസ് കാലത്ത് മഞ്ഞുതുള്ളികളായി പൊഴിയുന്നതെന്നാണ് നോർവേയിലെ ഒരു നാടോടി കഥ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ക്രിസ്മസ് കഥ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. മേരി ക്രിസ്മസ്.